അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഇന്ന് പിറ കാണുകയാണെങ്കിൽ നാളെ മുഹറം ഒന്നാണ്. അള്ളാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ഒന്നാണ്. ഒരു 113 പ്രാവശ്യം നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളത്. ഒരുപാട് പേര് കടം കൊണ്ട് വലയുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പറയുന്നത് പോലെ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങൾ എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ പല ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. വെറുക്കപ്പെടുന്ന ഒരു വസ്തു ഇൻഷാ അല്ലാഹ് ആ വർഷം നമ്മളിലേക്ക് വരുകയില്ലെന്ന് മഹാരഥന്മാര് പറയുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എങ്ങനെയാണ് എഴുതേണ്ടിയുള്ളത്, അത് എപ്പോഴാണ് എഴുതേണ്ടിയുള്ളത്, എഴുതേണ്ട രീതി എങ്ങനെയാണ് നമുക്കറിയില്ലെങ്കിൽ മറ്റൊരാൾ എഴുതി തന്നാൽ ശരിയാകുമോ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എപ്പോഴൊക്കെ എഴുതാം, ഇൻഷാ അല്ലാഹ് എല്ലാം ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പരിശുദ്ധ മുഹറം മാസത്തിന്റെ ആദ്യ രാവ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു 113 പ്രാവശ്യം നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ അല്ലാഹു ആ വരുന്ന വർഷം നമുക്ക് വെറുക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ കൺമുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കപ്പെടുകയില്ലെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുഹറം മാസത്തിന്റെ പ്രഥമ രാത്രിയിലും പകലിലും നമ്മൾ ചെയ്യേണ്ട കുറെ അമലുകളുണ്ട്. നമ്മൾ കുറെ വർഷങ്ങളായി ചെയ്തു വരുന്ന ഒന്നാണ് മുഹറം മാസത്തിന്റെ ആദ്യ രാവിലും പകലിലുമായി 113 തവണ, എത്ര പ്രാവശ്യം? 113 തവണ ബിസ്മി എഴുതി വെക്കാറുണ്ട്. ഇത് എഴുതി വെക്കണം എന്ന് നിർബന്ധമില്ല. നാം എഴുതി വെച്ചാൽ നമുക്ക് അതിന്റെ ബർക്കത്തുകളും നന്മകളും കിട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് പേര് പറഞ്ഞതാണ്, ബിസ്മി എഴുതിയപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയിട്ടുണ്ട്, എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അനുഭവിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു കൊല്ലത്തേക്ക് നമുക്ക് അള്ളാഹുവിന്റെ കാവൽ നമുക്കുണ്ടാകുന്നതാണ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് റഹ്മാനായ റബ്ബേ എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അമൽ നിങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവോട് ഇഖ്ലാസോടുകൂടി നിങ്ങൾ ദുആ ചെയ്ത് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ബിസ്മി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, എല്ലാം ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വിശദമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോൾ അശ്രദ്ധരായി നമ്മൾ എഴുതരുത്. ചിലപ്പോൾ ചിലർ എഴുതുമ്പോൾ അശ്രദ്ധരായി പോകുന്നു. അങ്ങനെ എഴുതുമ്പോൾ അശ്രദ്ധരായി പോകാതിരിക്കാൻ എങ്ങനെയാണ് എഴുതണമെന്ന് പ്രാക്ടിക്കലായി നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിച്ചു തരുന്നു ഇൻഷാ അല്ലാഹ്. ചിലർ ചോദിക്കുന്നു, ഉസ്താദ് ഇത് രാത്രിയാണോ പകലിലാണോ എഴുതേണ്ടത്? മുഹറം മാസത്തിന്റെ ആദ്യ രാവിൽ ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, അതുപോലെ തന്നെ മെൻസസ് ഉള്ള സ്ത്രീകൾക്ക് എഴുതാൻ പറ്റുമോ? അതുപോലെ തന്നെ അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഞങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റുമോ? തീർന്നില്ല, നിരവധി പേർക്കുള്ള സംശയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം, അതിന് മുന്നിലെ വർഷവും ബിസ്മി എഴുതിയത് നമ്മുടെ അലമാരയിൽ അല്ലെങ്കിൽ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇതിനെല്ലാം ഇൻഷാ അല്ലാഹ് വിശദമായി ഞാൻ മറുപടി പറഞ്ഞു തരാം. നാളെ ചൊവ്വാഴ്ച മഗ്‌രിബോട് കൂടി പിറ കാണുന്നുവെങ്കിൽ നമുക്ക് ബുധനാഴ്ചയായിരിക്കും മുഹറം 1. ഇനി ചൊവ്വാഴ്ച പിറ കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച പിറ കണ്ട് വ്യാഴാഴ്ചയായിരിക്കും മുഹറം 1. ഒരുപാട് മഹാന്മാര് പറഞ്ഞു തന്നതാണ്, മുഹറത്തിന്റെ ആദ്യ ദിവസത്തിൽ 113 തവണ, എത്ര? 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ ധാരാളം നേട്ടങ്ങൾ കിട്ടുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ദേറബി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളിലൂടെ ഈ വിഷയം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എപ്പോഴാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചാൽ, മുഹറം 1 എന്നാണോ പിറ കാണുന്നത്, അതായത് മുഹറത്തിന്റെ പിറ കണ്ടത് മുതൽ പിറ്റേന്ന് പകൽ മഗ്‌രിബിന്
ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പായി തന്നെ എഴുതാം. അപ്പൊ എഴുതേണ്ട സമയം നമ്മൾ മനസ്സിലാക്കിയോ? എന്നാണോ പിറ കാണുന്നത്, അതായത് മുഹറത്തിന്റെ പിറ കണ്ടത് മുതൽ പിറ്റേന്ന് പകൽ മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പായി എഴുതിയാൽ മതി. വരയിട്ട പേപ്പർ വേണോ വരയിടാത്ത പേപ്പർ വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വരയില്ലാത്ത, അതായത് വരയും കുറികളൊന്നും ഇല്ലാത്ത പേപ്പറാണ് നല്ലത്. വരയിട്ട പേപ്പർ ആയാലും കുഴപ്പമില്ല. ഒരു വെള്ള പേപ്പർ എടുത്ത് 113 തവണ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല ആത്മാർത്ഥതയോടെ നിങ്ങളെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു അമല് ചെയ്യുമ്പോൾ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് വലിയ മഹത്വമുണ്ട് റബ്ബേ. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയിരുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ ചാവി. ആ മഹാനവറുകൾ മഹാനവറുകളുടെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മഹാനവറുകൾ പറയും. ഒരുപാട് മഹത്വമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് എഴുതുന്ന സമയത്ത് നല്ല ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എഴുതണം. നല്ല ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതണം. പഠിച്ചവരെ, മഹാരുതന്മാരായ പണ്ഡിതന്മാർ ഇത് എഴുതി വെച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എഴുതുമ്പോൾ ഇതിന്റെ കൂലി നീ എനിക്ക് നൽകണേ അല്ലാ. നല്ല ഇഖ്ലാസോടെ നല്ല നിയ്യത്തോടെ നിങ്ങൾ എഴുതുക. എന്നാൽ അവനെയും അവന്റെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുന്നതാണ്. അതുപോലെ തന്നെ ബർക്കത്ത് ലഭിക്കുന്നതാണ്. മോശമായ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇത് എഴുതി എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, അവിടെ അല്ലാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹാനായ അബ്ദുൽ ഹമീദ് ഷാദിലി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുകയാണ്. അപ്പൊ എഴുതുന്ന സമയത്ത് ആ വ്യക്തിയുടെ നിയ്യത്ത് പോലെ ഇരിക്കും. നല്ല ഇഖ്ലാസോടെ എഴുതണം. ഒരുപാട് മുഅ്മിനീങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. കടമുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, പല പല പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് എഴുതിയിട്ട് നിങ്ങളൊന്ന് വായിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് വലിയ അല്ലാഹുവിന്റെ നാമത്തിന് വലിയ മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ നാമത്തിന് വലിയ മഹത്വമുണ്ട്. ഇത് എഴുതുമ്പോൾ അല്ലാഹുവിന്റെ തൃപ്തി കരുതിക്കൊണ്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് വുളു എടുത്തുകൊണ്ട് ശുദ്ധിയോടുകൂടി നിങ്ങൾ എഴുതണം. ഏതൊരു കാര്യം നമ്മൾ ചെയ്താലും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ശുദ്ധിയോട് നമ്മൾ ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകുന്നതാണ്. എഴുതുമ്പോൾ ഒറ്റയൊറ്റ അക്ഷരങ്ങളാണ് നമ്മൾ എഴുതേണ്ടിയുള്ളത്. അപ്പൊ എഴുതുമ്പോൾ കൂട്ടിയല്ല എഴുതേണ്ടത്. ആ എഴുതുന്ന രൂപം ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. ഒറ്റയൊറ്റ അക്ഷരങ്ങളിലാണ് നമ്മൾ എഴുതേണ്ടിയുള്ളത്. ഓരോ അക്ഷരവും വേർതിരിച്ച് എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുപഠിക്കാം. അക്ഷരം പറഞ്ഞു കൊടുക്കുക. ഫത്ഹ് കിസർ ഇടാൻ പാടില്ല. ഒരു പേപ്പറിൽ എഴുതി തീർക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ എഴുതും പോലെ ഒരു പേപ്പർ 2 പേപ്പറിലോ 3 പേപ്പറിലോ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എഴുതുമ്പോൾ ഫത്ഹ് കിസർ നമുക്ക് ഇടാൻ പാടില്ല. ഇനി ഒരു പേപ്പറിൽ എഴുതി തീർക്കണമെന്നില്ല. 1 2 3 പേപ്പറിൽ എഴുതി തീർത്താൽ മതി. പേപ്പറിന്റെ മറുപുറം എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്പർ ഇട്ട് എഴുതിയാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവുകയില്ല. നമ്മൾ 113 ആ കണക്കിൽ തന്നെ എഴുതണം. ചിലർ എഴുതി വരുമ്പോൾ കൂട്ടി എഴുതി പോകും, ചിലർ ഫത്ഹ് കിസർ ഇട്ടു പോകും. എങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അത് അങ്ങ് വിട്ടിട്ട് എണ്ണത്തിൽ കൂട്ടാതെ അടുത്തത് എഴുതുന്നത് നമ്പർ ഇട്ട് പോവുക, എണ്ണത്തിൽ കൂട്ടുക. ചിലപ്പോൾ ഇത് എഴുതുമ്പോൾ ഒതു മറിഞ്ഞു പോകും. ചിലപ്പോൾ എഴുതുമ്പോൾ ഒതു മറിഞ്ഞു പോകും. എങ്കിൽ എഴുത്ത് അവിടെ നിർത്തിയിട്ട് പോയി ഒതു എടുത്ത് ബാക്കി എഴുതി നമ്മൾ എണ്ണം പൂർത്തിയാക്കണം. ചില കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും നൂനിന് പുള്ളി ഇടാതെ എഴുതാം. പുള്ളി നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ബാക്കി പുള്ളിയുണ്ട്.
നൂന് പുള്ളിയുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വാക്യം നൂനും പുള്ളി ഇട്ടും പുള്ളി ഇടാതെയും എഴുതാമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു സംശയം, ഏത് മഷി കൊണ്ട് എഴുതാം? തുറസായ സ്ഥലത്തിരുന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് വീട്ടിനുള്ളിൽ ഇരുന്ന് എഴുതുന്നതാണ് നല്ലത്. ഇത് നമുക്ക് അലമാരിയിലോ പെട്ടിയിലോ പേഴ്സിലോ ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നോമ്പോട് കൂടി എഴുതലാണ് നല്ലത്. നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ എഴുതണം. അങ്ങനെ നോക്കുമ്പോൾ കണ്ട് മുഹറം ദിവസത്തിന്റെ പകൽ എഴുതുന്നതാണ് നല്ലത്. നോമ്പ് പിടിച്ചുകൊണ്ട് എഴുതിയാൽ പൂർണ്ണമായി പുണ്യം കിട്ടും. നോമ്പില്ലാതെയും എഴുതാം, കുഴപ്പമില്ല. നോമ്പ് പിടിച്ചുകൊണ്ട് എഴുതിയാൽ ഒരുപാട് പുണ്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. കുടുംബാദികൾക്കെല്ലാം ഇതിന്റെ പ്രതിഫലം കിട്ടാനും കിട്ടണം എന്നുള്ള നിയത്തിൽ നിങ്ങൾ എഴുതുക. വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും എഴുതിയാൽ നല്ലതാണ്. ഓരോ വ്യക്തിയും എഴുതൽ നല്ലതാണ്. നമ്മുടെ അയൽവാസികൾക്കും കുടുംബക്കാർക്കും വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഇത് എഴുതുന്നത് ആർക്കാണ്? എഴുതുന്നത് അവർക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണം എന്നുള്ള നിയത്തിൽ നിങ്ങൾ എഴുതണം. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് എഴുതുമ്പോൾ നീ ഞങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖൻ അലൈനാ വലിജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖനാ റബ്ബനാ ശർറ മാ ഖളൈത്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബി റഹ്മക മാ റബ്ബനാ സഗാറാ അർഹമർ റഹീമിനാ യാ അല്ലാഹ്. പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ ഖൈറുകൾ നൽകണേ അല്ലാഹ്. റബ്ബേ പടച്ചവനെ, ഞങ്ങൾ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ നീ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ പടച്ചവനെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പലരുടെയും അല്ലാഹുവേ ഭവനങ്ങൾ പണി നിൽക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. എല്ലാവിധ ഖൈറുകളും നിലനിർത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കി മാറ്റണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഏതൊരു വഴിക്ക് പോയാലും നിന്റെ കാവലുണ്ടാകണേ റബ്ബേ. എല്ലാവിധ ആപത്ത് മുസീബത്തും അവരെ കാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ പടച്ചവനെ, ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവർക്കെല്ലാം നീ ഐശ്വര്യവും ബറക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ റബ്ബേ. അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ റബ്ബേ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നീ നിന്റെ അമ്പിയാക്കളെ പല വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണല്ലോ അല്ലാഹ് മുഹറം 10. അല്ലാഹു, ആ മുഹറം മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഒരുപാട് മക്കൾ വിവാഹപ്രായം എത്തി നിൽക്കുന്നു അല്ലാഹ്. സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار اللهم صل وسلم وبارك عليه